യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിലും നാം അവൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തതുപോലെ നാം പുനരുദ്ധാനത്തിൽ ഏകീഭവിക്കും. ഒന്നായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. റോമർ 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ തന്നെ മരിക്കണം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപമോചനത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം തന്നെ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കിയെങ്കിൽ മാത്രമേ പുനരുദ്ധാനത്തിൽ നാം അവനോടുകൂടെ ഉണ്ടാവുകയുള്ളൂ. ഇല്ലാതെ ഒരെണ്ണം ഉണ്ടാവുകയില്ല. സ്തോത്രം. 6:8 നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല. റോമർ 8 പറയുന്ന പോലെ ഇനി യേശു ക്രിസ്തുവിലുള്ളവന് ശിക്ഷാവിധിയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരണം ഉണ്ടാവുകയില്ല. നോക്കൂ, ഈ വചനങ്ങൾ വിശ്വസിച്ച് ഈ യേശു തന്നെയാണ് കർത്താവ്, 2 പേർ 3 പേരുണ്ടെന്നുള്ളതല്ല, ഇങ്ങനെ ഒരുവൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവത്തിനുള്ളവൻ. നോക്കൂ, റോമർ 6:10 അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നു എന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. ഹല്ലേലൂയ. എത്ര വ്യക്തമായി പറയുന്നു. സ്നാനം കർത്താവായ യേശു